ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. ലൂക്കാ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 24-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 53 വാക്യങ്ങൾ. 24-ാം അധ്യായത്തിൻ്റെ ശീർഷകങ്ങൾ ഏതെല്ലാം? 1. യേശുവിൻ്റെ പുനരുത്ഥാനം. 2. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. 3. യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു. 4. യേശുവിൻ്റെ സ്വർഗാരോഹണം. യേശുവിൻ്റെ പുനരുത്ഥാനം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ. സ്ത്രീകൾ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. അവർ എന്തുമായിട്ടാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയത്? തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ എവിടേക്കാണ് പോയത്? കല്ലറയുടെ അടുത്തേക്ക്. കല്ലറയുടെ അടുത്തേക്ക് പോയവർ എന്താണ് കണ്ടത്? കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ ഡാഷ് കണ്ടില്ല. 24:3 അനുസരിച്ച് പൂരിപ്പിക്കുക. കർത്താവായ യേശുവിൻ്റെ ശരീരം. കർത്താവായ യേശുവിൻ്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര്? 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച്. തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടവരെ കണ്ടപ്പോൾ സ്ത്രീകൾ എന്തു ചെയ്തു? അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. 24:5 തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചവർ സ്ത്രീകളോട് പറഞ്ഞത് എന്ത്? ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. താൻ ഗലീലിയിൽ ആയിരുന്നപ്പോൾ അവൻ നിങ്ങളോട് പറഞ്ഞ ഏത് കാര്യങ്ങൾ ഓർമ്മിക്കുവിൻ എന്നാണ് കല്ലറയിൽ കണ്ടവർ സ്ത്രീകളോട് പറയുന്നത്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന്. 24:8 എഴുതുക. അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്നവർ ഇതെല്ലാം ആരെയാണ് അറിയിച്ചത്? 11 പേരെയും മറ്റെല്ലാവരെയും. ഇക്കാര്യങ്ങൾ അപ്പൊസ്തലന്മാരോട് പറഞ്ഞത് ആര്? മഗ്ദലേന മറിയവും യോവാനെയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും. അപ്പൊസ്തലന്മാർ സ്ത്രീകളുടെ വാക്കുകളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. 24:12 സ്ത്രീകളുടെ വാക്കുകൾ കേട്ട പത്രോസ് ചെയ്തത് എന്ത്? എഴുന്നേറ്റ് കല്ലറയിങ്കിലേക്ക് ഓടി. കുനിഞ്ഞ് കല്ലറയുടെ അകത്തേക്ക് നോക്കിയ പത്രോസ് കണ്ടത് എന്ത്? അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. എങ്ങനെയാണ് പത്രോസ് കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു പോയത്? സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ലൂക്കാ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ ശീർഷകമാണ്? 2-ാമത്തെ ശീർഷകം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 35 വരെയുള്ള 23 വാക്യങ്ങളിൽ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് സൂചനയുള്ള മറ്റൊരു സുവിശേഷ ഭാഗം ഏത്? മർക്കോസ് 16:12-13. ആ ദിവസം തന്നെ എത്ര പേരാണ് എമ്മാവൂസിലേക്ക് പോയത്? അവരിൽ 2 പേർ. എമ്മാവൂസ് എവിടെയാണ്? ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെ. 24:14 എഴുതുക. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു.
എപ്പോഴാണ് യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത്? അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ സംഭവിച്ചത് എന്ത്? യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. 24:16 അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, അതുകൊണ്ട്. 24:17 യേശു ചോദിക്കുന്നത് എന്ത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ മ്ലാനവദനരായി നിന്നു. എമ്മാവൂസിലേക്ക് പോയ 2 പേരിൽ ഒരാളുടെ പേരെന്ത്? ക്ലെയോപ്പാസ്. എന്ത് അറിയാത്ത അപരിചിതനാണോ നീ എന്നാണ് ക്ലെയോപ്പാസ് യേശുവിനോട് ചോദിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതൻ. 24:9 യേശു ചോദിക്കുന്നത് എന്ത്? ഏതു കാര്യങ്ങൾ? ആരെക്കുറിച്ച് തന്നെ എന്നാണ് അവർ യേശുവിനോട് പറഞ്ഞത്? നസറായനായ യേശുവിനെക്കുറിച്ച് തന്നെ. നസറായനായ യേശു ആരായിരുന്നു എന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ. ആര് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്? ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും യേശുവിനെ എന്തു ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്? അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിന് ആണ്? മരണവിധിക്ക്. ഞങ്ങൾ എന്തു പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്? ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന്. ഇതൊക്കെ സംഭവിച്ചിട്ട് ഡാഷ് 24-21 അനുസരിച്ച് പൂരിപ്പിക്കുക. ഇത് 3-ാം ദിവസമാണ്. ആര് ഞങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് 24-22 പറയുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞത്? ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഇന്ന് രാവിലെ എന്തു ചെയ്തതായാണ് അവർ പറയുന്നത്? ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കൽ പോയിരുന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയെങ്കൽ കാണാതിരുന്ന സ്ത്രീകൾ തിരിച്ചു വന്ന് പറഞ്ഞത് എന്ത്? തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി എന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു എന്നും. 24-24 വേറെ ആര് കല്ലറയെങ്കിലേക്ക് പോയ കാര്യമാണ് പറയുന്നത്? ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ. കൂടെയുണ്ടായിരുന്നവരിൽ ചിലർ കല്ലറയെങ്കിൽ എന്തു കണ്ടു എന്നാണ് പറയുന്നത്? സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ എന്തു കണ്ടില്ല എന്നാണ് അവർ പറഞ്ഞത്? അവനെ അവർ കണ്ടില്ല. 24-25 എമ്മാവൂസിലേക്ക് പോയവരെ യേശു വിളിക്കുന്നത് എന്തല്ല? ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. 24-26 യേശു അവരോട് ചോദിക്കുന്നത് എന്താണ്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ആര് വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. എന്താണ് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത്? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയല്ല. 24-28 അവർ എവിടേക്കാണ് അടുത്തത്? എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട്. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ ഭാവിച്ചത് എന്ത്? യാത്ര തുടരുകയാണ് എന്ന്. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് എന്തല്ല? 1 ഞങ്ങളോട് കൂടെ താമസിക്കുക, 2 നേരം വൈകുന്നു, 3 പകൽ അസ്തമിക്കാറായി. അവർ നിർബന്ധിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി.
24:30 അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. 24:31 യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്തെല്ലാം? അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അവർ അവനെ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത്? അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. എപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് അവർ പരസ്പരം പറയുന്നത്. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചിരുന്നില്ലേ എന്നാണ് അവർ പരസ്പരം പറഞ്ഞത്. നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്. ജെറുസലേമിലേക്ക് തിരിച്ചു പോയ അവർ കണ്ടത് ആരെയല്ല, അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പമുണ്ടായിരുന്നവരെയും. ജെറുസലേമിൽ കൂടിയിരുന്നവർ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? 1. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. 2. ശിമയോന് പ്രത്യക്ഷപ്പെട്ടു. 24:34 യേശു ആർക്കും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്? ശിമയോന്. എമ്മാവൂസിലേക്ക് പോയവർ അവരോട് വിവരിച്ചത് എന്ത്? 1. വഴിക്ക് വെച്ച് സംഭവിച്ചത്. 2. അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞത്. 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ശീർഷകം എന്ത്? യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു. യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു എന്നത് ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് കാണുന്നത്? 24-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 49 വരെയുള്ള 13 വാക്യങ്ങളിൽ. എമ്മാവൂസിലേക്ക് പോയവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത് എന്ത്? യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. 24:36 യേശു അരുളി ചെയ്തത് എന്ത്? നിങ്ങൾക്ക് സമാധാനം. യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെ ആയി? അവർ ഭയന്ന് വിറച്ചു. യേശുവിനെ കണ്ടവർ വിചാരിച്ചത് എന്ത്? ഭൂതത്തെയാണ് കാണുന്നത് എന്ന്. 24:38 യേശു ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഏതെല്ലാം? 1. നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? 2. നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ഇത് ഞാൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുവിൻ എന്നാണ് 24:39 യേശു പറയുന്നത്. എൻ്റെ കൈകളും കാലുകളും കണ്ട് എന്നെ സ്പർശിച്ചു നോക്കുവിൻ. തുടർന്ന് യേശു പറയുന്നത് എന്ത്? എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. 24:41 അവർ യേശുവിനെ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ട്? സന്തോഷാധിക്യത്താൽ. 24:41 അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചത് എന്ത്? ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. 24:42 എഴുതുക. ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. 24:43 ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തപ്പോൾ അവൻ ചെയ്തത് എന്താണ്? അവൻ അതെടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷിച്ചു. ഞാൻ നിങ്ങളോടുകൂടിയായിരുന്നപ്പോൾ എന്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് 24:44 യേശു പറയുന്നത്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നവയല്ല. 24:45 യേശു ചെയ്യുന്നത് എന്ത്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. 24:45 അവൻ അവരുടെ മനസ്സ് തുറന്നത് എങ്ങനെ? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം. എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ് 24:46 അവൻ പറയുന്നത്? ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന്. അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിക്കേണ്ടത് എന്ത്? പാപമോചനത്തിനുള്ള അനുതാപം. പാപമോചനത്തിനുള്ള അനുതാപം ആരോടാണ് പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത്?
എല്ലാ ജനതകളോടും. പാപമോചനത്തിനുള്ള അനുതാപത്തെക്കുറിച്ച് 24:47 പറയുന്നത് എന്ത്? പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ജെറുസലേമിൽ ആരംഭിക്കേണ്ടതും എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടതും എന്താണ്? പാപമോചനത്തിനുള്ള അനുതാപം. 24:48 എഴുതുക. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പിതാവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. എപ്പോൾ വരെ? നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നാണ് പറയുന്നത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ എന്താണ് ചെയ്യേണ്ടത്? നഗരത്തിൽ തന്നെ വസിക്കണം. ലൂക്കാ സുവിശേഷത്തിലെ അവസാന ശീർഷകം എന്ത്? യേശുവിൻ്റെ സ്വർഗാരോഹണം. ഏതെല്ലാം വാക്യങ്ങളിലാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം രേഖപ്പെടുത്തിയിട്ടുള്ളത്? 24 അധ്യായത്തിൻ്റെ 50 മുതൽ 53 വരെയുള്ള 4 വാക്യങ്ങളിൽ. യേശുവിൻ്റെ സ്വർഗാരോഹണം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സമാന്തര സുവിശേഷം ഏത്? മത്തായി എഴുതിയ സുവിശേഷം. അവൻ അവരെ എവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് 24:50 കാണുന്നത്? ബഥാനിയ വരെ. ബഥാനിയ വരെ അവരെ കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവൻ എന്തു ചെയ്തു? കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. 24:51 അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ സംഭവിച്ചത് എന്ത്? അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. യേശു അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ ശിഷ്യന്മാർ ചെയ്തത് എന്ത്? അവർ അവനെ ആരാധിച്ചു. അവർ ജെറുസലേമിലേക്ക് മടങ്ങിയത് എങ്ങനെ? അത്യന്തം ആനന്ദത്തോടെ. അവർ അത്യന്തം ആനന്ദത്തോടെ മടങ്ങിയത് എവിടേക്ക്? ജെറുസലേമിലേക്ക്. 24:53 യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ എന്തു ചെയ്തതായിട്ടാണ് കാണുന്നത്? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. 24:3 ചില കയ്യെഴുത്ത് പ്രതികളിൽ എങ്ങനെയാണ് കാണുന്നത്? അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ ശരീരം കണ്ടില്ല എന്ന്. 24:5 ഏത് ഭാഗമാണ് ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലാത്തത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ഭാഗം. 24:13 കാണുന്ന 60 സ്താദിയോൺ ഏകദേശം എത്ര കിലോമീറ്റർ വരും? 11 കിലോമീറ്റർ. 60 സ്താദിയോൺ എന്നത് ചില കയ്യെഴുത്ത് പ്രതികളിൽ എങ്ങനെയാണ് കാണുന്നത്? 160 എന്ന്. 24:36 ഏത് ഭാഗമാണ് ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലാത്തത്? അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം എന്ന ഭാഗം. ചില കയ്യെഴുത്ത് പ്രതികളിൽ 40-ാം വാക്യമായി കാണുന്നത് എന്ത്? ഇത് പറഞ്ഞിട്ട് അവൻ അവരെ തൻ്റെ കൈകളും കാലുകളും കാണിച്ചു എന്ന്. ഇതോടെ നമ്മുടെ ഈ വർഷത്തെ പഠനഭാഗത്തിലെ ലൂക്കാ സുവിശേഷം തീരുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോഗോസ് ബൈബിൾ ക്വിസിനായി പഠിച്ചൊരുങ്ങുന്നതിന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.